നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാറിനെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കൗൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവർക്കെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. സെക്രട്ടറിക്കെതിരെയുണ്ടായ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് നഗരസഭാ ജീവനക്കാർ പ്രകടനം നടത്തി. സവർണാധിപത്യത്തിന്റെ ദൈവങ്ങളെയല്ല കോവിലൻ തന്റെ കൃതികളിലെ സാംസ്കാരിക ബദലുകളാക്കിയതെന്നും കീഴാളരായ അമ്മ ദൈവങ്ങളാണ് അദ്ദേഹത്തിന്റെ ആഖ്യാന ലോകത്തെ പ്രതിരോധത്തിന്റെ അടയാളങ്ങളായതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കോവിലൻ അനുസ്മരണ സമ്മേളനം കണ്ടാണശ്ശേരിയിലെ കോവിലൻ സ്മൃതി മണ്ഡപത്തിൽ ആലങ്കോട് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം അടുപ്പൂട്ടിക്കുന്നിൽ ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയ വ്യാജ മദ്യനിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന വൻ വാഷ് ശേഖരം പോലീസ് പിടികൂടി നശിപ്പിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഡ്രമ്മുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ 50 ലിറ്ററോളം വാഷ് പോലീസ് സംഘം പിടിച്ചെടുത്തത്. വാർത്തകൾ വിശദമായി. ഇന്ധനവില വർധനയിലൂടെ കേരളത്തിന് കിട്ടുന്ന അധിക നികുതി വരുമാനം കുറയ്ക്കുന്ന മണ്ടത്തരം കാണിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് സഭാ രേഖകളിലുണ്ട്. ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ KN ബാലഗോപാൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. 3000 കോടിയോളം രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുള്ളത് അത് കൊടുക്കേണ്ട എന്നും അദ്ദേഹം ചോദിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ സർക്കാർ 1 രൂപ കുറച്ചില്ല. വിലക്കയറ്റം കുതിക്കുമ്പോഴായിരുന്നു ഇടത് സർക്കാർ 2 രൂപ സെസ് ഏർപ്പെടുത്തിയത്. ക്ഷേമ പെൻഷൻ ഫണ്ടിന്റെ പേരിലായിരുന്നു നടപടി. വില വർധനവ് തടയാൻ ഈ സർക്കാർ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാറിനെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൗൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവർക്കെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 132 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ജനപ്രതിനിധികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. തന്റെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ശരീരത്തിൽ കൈവച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി ഇന്നലെ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ടെമ്പിൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നഗരസഭാ ഓഫീസിലെത്തി സെക്രട്ടറിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കൗൺസിലർമാർക്കെതിരെ അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തെ തുടർന്ന് നഗരസഭയിൽ ഭരണ, പ്രതിപക്ഷ, ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. ജീവനക്കാർ സംയുക്തമായി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷം ഓഫീസിനുള്ളിലാണ് പ്രകടനം നടത്തിയത്. ജോലിസ്ഥലത്ത് ജീവനക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. രേണു P. ദേവ്, S. ഹർഷിത്, MD റിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച വൈകിട്ടാണ് ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാറിനെ ഭരണപക്ഷ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഗുരുവായൂർ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർ രാഷ്ട്രീയ ഭേദമന്യേ ഈ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഈ നഗരസഭ, മുനിസിപ്പാലിറ്റി അല്ലെ നഗരസഭ, പഞ്ചായത്ത് എന്നിവിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതിന്, സമാധാനപരമായി ജോലി ചെയ്യുന്നതിന്, സ്വാതന്ത്ര്യത്തോടു കൂടി ജോലി ചെയ്യുന്നതിന് സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ഒന്നടങ്കം ജീവനക്കാർ രാഷ്ട്രീയ ഭേദമന്യേ സെക്രട്ടറിയെ ഇന്നലെ ആക്രമിക്കാൻ, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗുരുവായൂർ നഗരസഭയിലെ ജീവനക്കാർ പ്രതിഷേധിക്കുകയാണ്. ഈ നഗരസഭ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. സവർണാധിപത്യത്തിന്റെ ദൈവങ്ങളെയല്ല കോവിലൻ തന്റെ കൃതികളിലെ സാംസ്കാരിക ബദലുകളാക്കിയതെന്നും കീഴാളരായ അമ്മ ദൈവങ്ങളാണ് അദ്ദേഹത്തിന്റെ ആഖ്യാന ലോകത്തെ പ്രതിരോധത്തിന്റെ അടയാളങ്ങളായതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ.
കോവിലൻ അനുസ്മരണ സമ്മേളനം കണ്ടാണശ്ശേരിയിലെ കോവിലൻ സ്മൃതി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിലിന്റെ കൃതികൾ പഠിക്കണമെങ്കിൽ സമഗ്രമായ വൈജ്ഞാനിക തലങ്ങൾ ആർജിച്ച നിരൂപകർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സാംസ്കാരിക നരവംശശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും നാടോടി വിജ്ഞാനീയവും എല്ലാം അടങ്ങുന്ന വൈജ്ഞാനിക പരിസരത്ത് വെച്ച് മാത്രമേ കോവിലിനെ ശരിക്കും അപഗ്രഥിക്കാനാവൂ എന്ന് ലീലാകൃഷ്ണൻ വ്യക്തമാക്കി. ചൊവ്വ, പറക്കുട്ടി, തുളികൾ, കരിങ്കുട്ടി പോലുള്ള പ്രാകൃത ദൈവങ്ങൾ അവർക്കൊന്നും അമ്പലങ്ങളുണ്ടായിരുന്നു. അവരേതെങ്കിലും മരച്ചുവട്ടിലൊക്കെ ഇരിക്കുക. നിങ്ങൾ പക്ഷെ പണ്ടത്തെ കാലത്ത് ഓർമ്മയുണ്ടോ ഈ മരച്ചുവട്ടിലിരിക്കുന്ന ദൈവങ്ങൾ, കുങ്കുമച്ചുവട്ടിലെ ദൈവങ്ങൾ? ഈ 46 ദൈവങ്ങൾ കീഴാള ദൈവങ്ങളാണ്. അവർക്ക് ഈ സവർണ ദൈവങ്ങളുമായിട്ട് ബന്ധമില്ലായിരുന്നു. പിന്നെ നമ്മളതിനെ മാറ്റി കരിങ്കുട്ടിയെ ശിവന്റെ പുത്രനാണ്. അങ്ങനെ ഇതിനെ മാറ്റുന്നില്ല, ആ ചരിത്രത്തിനോട് പറയുന്നില്ല, അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പിന്നീട് പക്ഷെ കോവിലൻ ആ ചെറുത്തു നിൽക്കുന്ന രാഷ്ട്രീയം കൊണ്ട് സവർണാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കീഴാളനാണ്. അനുസ്മരണ സമ്മേളനത്തിൽ ഡോക്ടർ ആർ സുരേഷ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK ദാസൻ, കോവിലൻ ട്രസ്റ്റ് ചെയർപേഴ്സൺ MJ പൗർണിമ, സെക്രട്ടറി AD ആൻഡു മാസ്റ്റർ, മറ്റു ഭാരവാഹികളായ മേജർ PJ സ്റ്റൈജു, KK ബക്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വായനാനുഭവ സദസ്സിൽ കോവിലിന്റെ കൃതികളായ തട്ടകത്തെക്കുറിച്ച് ബിജു സൈമണും, ഭരതനെക്കുറിച്ച് മനോഹരൻ വലിയറയും, തോറ്റങ്ങളെക്കുറിച്ച് ധനേഷ് അനന്തനും, റാ എന്ന കഥയെക്കുറിച്ച് സുഭാഷ് P തങ്കനും വായനാനുഭവങ്ങൾ പങ്കുവച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കോവിലൻ കുടീരത്തിൽ പുഷ്പാർച്ചനയും കഥാർച്ചനയും നടത്തി. കുന്നംകുളം അടുപ്പുട്ടിക്കുന്നിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വ്യാജ മദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന വൻ വാഷ് ശേഖരം പോലീസ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഡ്രമ്മുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ 50 ലിറ്ററോളം വാഷ് പോലീസ് സംഘം പിടിച്ചെടുത്തത്. പിടികൂടിയ ശേഖരം പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പൂർണ്ണമായും ഒഴുക്കിക്കളഞ്ഞു. പ്രദേശത്ത് വ്യാജ മദ്യനിർമ്മാണവും വിതരണവും സജീവമാണെന്ന രഹസ്യവിവരത്തെ തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ജിതിൻ വാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. മേഖലയിലെ വ്യാജ മദ്യ നിർമ്മാണത്തിനെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കാനാണ് പോലീസ് തീരുമാനം. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയൊരുക്കി സ്വകാര്യ ബസ് കൂട്ടായ്മയുടെ മാതൃക. ചാവക്കാട് സർവീസ് നടത്തുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ 3 ബസ്സുകളാണ് ജൂൺ 1 സ്കൂൾ തുറന്ന ദിവസം വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിച്ചത്. കുന്നംകുളം, പോർക്കുളം, പഴഞ്ഞി, ചിറക്കൽ റൂട്ടുകളിലോടുന്ന ബസ്സുകളാണ് പ്രവേശനോത്സവ ദിനത്തിൽ കുട്ടികൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയത്. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് മധുരമുള്ളൊരു വരവേൽപ്പും പ്രോത്സാഹനവും നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രണ്ട്സ് ബസ് സർവീസ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും വാർത്തയാകാറുള്ള സാഹചര്യത്തിലാണ് കുട്ടികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ചാവക്കാട് ഫ്രണ്ട്സ് ബസ് സർവീസിന്റെ വേറിട്ട നന്മ പ്രശംസ പിടിച്ചുപറ്റുന്നത്. പുതിയ ക്ലാസുകളിലേക്ക് കാൽവെച്ച കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം പകരുന്നതായിരുന്നു ഫ്രണ്ട്സ് ബസ്സുകളുടെ ഈ സ്നേഹയാത്ര. എരുമപ്പെട്ടി മങ്ങാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മതിലിൽ ഇടിച്ചു മറിഞ്ഞു. നിസ്സാര പരിക്കേറ്റ കാർ യാത്രക്കാരായ ചാവക്കാട് മുതുവട്ടൂർ ഏനുവീട്ടിൽ ഫിറൂസ്, റഫീദ്, ഫൈഹ എന്നിവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തൻകുളം റോഡിന് സമീപം ഇന്നുച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന് മറുവശത്തുള്ള വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഓടിക്കൂടിയ പ്രദേശവാസികളും നാട്ടുകാരും കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്താണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കാറിന്റെ മുൻവശവും വീട്ടുമതിലും തകർന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച വികാരി ഫാദർ VM സാമുവേലിനും സഹവികാരി ഫാദർ ജോസഫ് ജോർജിനും യാത്രയയപ്പ് നൽകി. കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനത്തിൽ വിവിധ ആത്മീയ സംഘടനകളുടെ പ്രതിനിധികൾ വൈദികർക്ക് ആശംസകൾ നേർന്നു. തുടർന്ന് വികാരി ഫാദർ VM സാമുവേലും സഹവികാരി ഫാദർ ജോസഫ് ജോർജും മറുപടി പ്രസംഗം നടത്തി. ഉപഹാരങ്ങളും കൈമാറി. ഇടവക ട്രസ്റ്റി റെജി CI സ്വാഗതവും സെക്രട്ടറി ബെന്നി KS നന്ദിയും പറഞ്ഞു.
സർക്കാർ ഉത്തരവിറക്കി ഫണ്ട് അനുവദിച്ചിട്ടും എരുമപ്പെട്ടി പഞ്ചായത്തിലെ പെൻഷൻ വിതരണം CPM ഭരണസമിതി തടസ്സപ്പെടുത്തിയെന്ന ആരോപണം. ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് കഴിഞ്ഞ മാസം 19-ന് സർക്കാർ ഉത്തരവിറക്കി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എരുമപ്പെട്ടി പഞ്ചായത്തിലെ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പെൻഷൻ വിതരണം ചെയ്യാതെ നൂറുകണക്കിന് ആളുകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകിടം മറിഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. പെരുന്നാൾ ദിനത്തിൽ പെൻഷൻ നൽകാതെ ഗുണഭോക്താക്കളെ കഷ്ടപ്പെടുത്തുകയും ഇത് 5 ദിവസം വരെ വൈകി വിതരണം ചെയ്തതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. എന്നിട്ടും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി UDF സർക്കാർ അധികാരമേറ്റതിനുശേഷം സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടക്കി എന്ന് വ്യാപകമായി വാർത്ത നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സർക്കാരിനെ കരിവാരി തേക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് പറഞ്ഞു. UDF ഗവൺമെന്റ് പെൻഷൻ നൽകിയില്ല എന്ന കുപ്രചരണങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും എരുമപ്പെട്ടിയിലെ CPMൻ്റെ നേതൃത്വം അത്തരത്തിലുള്ള വലിയ കുപ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം അതിൽ പരിശോധന നടത്തിയപ്പോൾ 26-ാം തീയതി പെൻഷൻ നൽകേണ്ട പണം CPM ഭരണ നേതൃത്വം നൽകുന്ന സൊസൈറ്റികളിലെത്തുകയും എന്നിട്ടും അത് നൽകാതെ തടഞ്ഞു വെച്ച് പെരുന്നാളിന് ശേഷം അത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് CPM നടത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. പെൻഷൻ യഥാസമയം വിതരണം ചെയ്യാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ പ്രവൃത്തിയിൽ ത്വരിത അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സഹകരണ രജിസ്ട്രാർക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ എന്നിവർ നേതൃത്വം നൽകി. പെൻഷൻ വാങ്ങിച്ച് ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, അവരെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന ദുരിതത്തിലാഴ്ത്തുന്ന ഈ CPMന്റെ കാടത്തത്തിനെതിരെ ഇനി ഇത് തുടരാൻ സമ്മതിക്കില്ല. ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രജിസ്ട്രാർക്കും വകുപ്പ് മന്ത്രിക്കും ഇന്ന് തന്നെ രേഖാമൂലം അതിന്റെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നവരെ ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള പോരാട്ടം തുടരും. കേച്ചേരിയിൽ ടോറസ് ലോറി ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. തൃശൂർ കുന്നംകുളം പാതയിൽ കേച്ചേരി പെട്രോൾ പമ്പിന് സമീപത്താണ് ടോറസ് ലോറി റോഡിന്റെ വശത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് KSEB അധികൃതർ മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിൽ തെരുവിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളിലും ഇരുട്ടിലാകുന്ന അവസ്ഥയാണുള്ളത്. നഗരസഭയുടെ പ്രകാശനഗരം പദ്ധതിയുടെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച അത്യാധുനിക തെരുവ് വിളക്കുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പകൽ സമയത്തും അണയാതെ കിടക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ പടിഞ്ഞാറേ നട മുതൽ കോയ ബസാർ വരെയുള്ള ഭാഗത്ത് മാത്രം 22 ലൈറ്റുകളാണ് ഇത്തരത്തിൽ പകൽ സമയത്തും കത്തുന്നത്. ഇതിനു പുറമെ കിഴക്കേ നടയിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് സമീപത്തുള്ള ലിങ്ക് റോഡിലും 10ഓളം വിളക്കുകൾ പകൽ സമയത്ത് പ്രകാശിക്കുന്നുണ്ട്. ടൈമർ സംവിധാനത്തിലെ തകരാറോ അല്ലെങ്കിൽ കൃത്യമായ മേൽനോട്ടമില്ലായ്മയോ ആണ് ഈ വൻ ഊർജ്ജ ദുരുപയോഗത്തിന് പിന്നിലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒരു വശത്ത് പകൽ സമയത്ത് വൈദ്യുതി വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ മറുവശത്ത് രാത്രികാലങ്ങളിൽ നഗരത്തിലെ പല പ്രധാന ഭാഗങ്ങളും ഇരുട്ടിലാണ്. റെയിൽവേ മേൽപ്പാലം അടക്കമുള്ള ജനത്തിരക്കേറിയ പല പ്രദേശങ്ങളിലും രാത്രിയായാൽ തെരുവിളക്കുകൾ കത്താറില്ല. പകൽ സമയത്ത് അനാവശ്യമായി ലൈറ്റുകൾ കത്തിച്ച് വൈദ്യുതി പാഴാക്കുന്ന അധികൃതർ രാത്രിയിൽ കാൽനടയാത്രക്കാരും വാഹനങ്ങളും ഏറെ ആശ്രയിക്കുന്ന മേൽപ്പാലം പോലുള്ള ഭാഗങ്ങൾ ഇരുട്ടിലിടുകയാണ്. ഇത് വലിയ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തുന്നതിൽ നഗരസഭയും KSEBയും ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ടൈമർ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണമെന്നും രാത്രികാലങ്ങളിൽ തെരുവിളക്കുകൾ കത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.
കുന്നുകുളം കൊമേറ്റ് സർക്കിൾ അക്വസോൺ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന നീന്തൽ പരിശീലന ക്ലാസുകൾ സമാപിച്ചു. പ്രസിഡന്റ് സാം സി തോമസ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വാർഡ് കൗൺസിലർ സോണി ഷാജി വിതരണം ചെയ്തു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ കായിക പരിശീലകൻ ശ്രീനേഷ് PM സന്ദേശം നൽകി. കുർക്കൻപാറയിലുള്ള നിബിൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കൊമേറ്റ് സർക്കിൾ CK ഫണ്ടിൽ നിന്നും 50,000 രൂപയുടെ ചെക്ക് സമിതി രക്ഷാധികാരി കൂടിയായ PG ജയപ്രകാശ് ഏറ്റുവാങ്ങി. പോൾ CV, ഡോക്ടർ വിനോദ് MA, ശ്യാമിലി കൃഷ്ണദാസ്, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. വേനലവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ പതിവ് പോലെ ദുരിതം പേറുന്നത് സ്വകാര്യ ബസ്സുകളിലെത്തുന്ന വിദ്യാർത്ഥികളാണ്. കയ്യൂക്കും കരുത്തുമുള്ളവർ ബസ്സുകളിൽ കയറിപ്പറ്റുമ്പോൾ നേരത്തെ ബസ് സ്റ്റോപ്പുകളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് സമയത്തിന് സ്കൂളിലെത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പരാതി ഉയരുന്നു. PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്കൂൾ തുറന്ന ആദ്യ ദിനം പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ സ്കൂളിൽ നേരിട്ടെത്തിച്ചിരുന്നു. അതിനാൽ വിദ്യാർത്ഥികൾ പഠനവർഷത്തിന്റെ പ്രഥമ ദിനം ബസ് യാത്രാ ദുരിതം അറിഞ്ഞിരുന്നില്ല. എന്നാൽ രണ്ടാം ദിനം മുതൽ കഥ മാറുകയാണ്. ലൈൻ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പുതുതായി LP UP പഠനം കഴിഞ്ഞ് മറ്റൊരു സ്കൂളിൽ ചേർന്ന കുട്ടികൾക്കാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പല കുട്ടികളും ഇതുവരെ പഠിച്ചിരുന്ന വിദ്യാലയങ്ങളിലേക്ക് സ്കൂൾ ബസ്സുകളിൽ എത്തിയിരുന്നവരാണ്. ഇവർക്കാണെങ്കിൽ തിക്കും തിരക്കുമേറിയ ലൈൻ ബസ്സുകളിൽ കയറി പരിചയവും ഉണ്ടാകില്ല. അപകട സാധ്യത വർദ്ധിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണിത്. ചില സ്കൂളിൽ അപ്പർ പ്രൈമറിൽ എത്തുന്ന വിദ്യാർത്ഥികളിൽ ആൺകുട്ടികൾക്ക് മാത്രം സ്കൂൾ ബസ്സുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. ഇതോടെ ഇവരും മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. ചാവക്കാട് പുന്നേർകുളം മേഖലകളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളിലും സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ ബസ് കിട്ടുന്ന സ്ഥലത്ത് കുട്ടികൾ തടിച്ചുകൂടുന്ന അവസ്ഥയാണുള്ളത്. ഓരോ സ്റ്റോപ്പിൽ നിന്നും നിശ്ചിത എണ്ണം വരുന്ന കുട്ടികളെ മാത്രമാണ് ബസ്സുകളിൽ കയറ്റുക. ചില ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതെ കയറ്റി നിർത്തുന്നതോടെ കുട്ടികൾ കൂട്ടയോട്ടം നടത്തേണ്ടി വരികയും ചെയ്യും. എങ്ങനെയായാലും വാഹനത്തിൽ കയറിപ്പറ്റാൻ വലിയ തിക്കും തിരക്കുമാണ്. കയ്യൂക്കുള്ളവർ കയറിപ്പോവുകയും ബാക്കിയുള്ളവർ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് അവസ്ഥ. സ്വാഭാവികമായും ഇക്കൂട്ടർ വിദ്യാലയത്തിലെത്താനും വൈകും. സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയാൽ പ്രശ്നത്തിന് പാതി പരിഹാരമാകും. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ പരിഹാരമാർഗം ഉണ്ടാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കണ്ടാണശ്ശേരിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിടിവീഴും. ആളൂർ പുഴയിൽ ചാക്കിൽ കെട്ടി മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങി UPI പേയ്മെന്റ് വിവരങ്ങൾ ശേഖരിച്ചാണ് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി പിഴ ചുമത്തിയത്. പുഴയോര പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് നിയമലംഘനമാണെന്നും ഇത്തരം പ്രവൃത്തികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. 8ാം വാർഡ് മെമ്പർ ലിയ ജോജോ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് NF, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, TS ശരത്ത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പെട്രോൾ, ഡീസൽ, പാചകവാതകം തുടങ്ങിയവയുടെ വില വർധനവിനെതിരെയും കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ ജനവിരുദ്ധ നയത്തിനെതിരെയും CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് KA, ഗിരീഷ് കടങ്ങോട്, നിഷാദ് ഇയാൽ എന്നിവർ നേതൃത്വം നൽകി. പന്നിത്തടം സെന്ററിൽ നടന്ന ധർണ CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ലോക്കൽ സെക്രട്ടറി ജോൺസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി AH ഹസൻകുട്ടി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TP ജോസഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂരിലെ ചില മേഖലകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1.5 മാസമാകുന്നു. പ്രതിഷേധവുമായി CPM രംഗത്ത്. പഞ്ചായത്തിൽ നിലവിലെ 13-15 വാർഡുകളിലെ തീരദേശത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് 1.5 മാസമായി കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ LDF ഭരണസമിതി നടപ്പിലാക്കിയ 7 കുടിവെള്ള പദ്ധതിയിൽ ആദ്യത്തേതാണ് മത്സ്യഭവൻ കുടിവെള്ള പദ്ധതി. 24 ലക്ഷം രൂപ ചെലവഴിച്ച് 2022 നിർമ്മിച്ച് മുൻ മന്ത്രി AK ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് കുടിവെള്ള ഉപഭോക്താക്കളിൽ നിന്നും 50 രൂപ പ്രവർത്തന ഫണ്ട് സ്വരൂപിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. ഇത് നിർത്തലാക്കിയതാണ് കുടിവെള്ള വിതരണം സുഗമമായി പ്രവർത്തിക്കാൻ തടസ്സമായതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. 1.5 മാസമായിട്ടും കുടിവെള്ള വിതരണം ആരംഭിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് CPM എടക്കഴിയൂർ, കാജ, എടക്കഴിയൂർ ബീച്ച് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് എന്ന് നേതൃത്വം അറിയിച്ചു. സമരം CPM ഏരിയ കമ്മിറ്റി അംഗം TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MK അർഫാത്ത്, PP അഫ്സൽ, രമണി സുരേന്ദ്രൻ, പാർട്ടി അംഗം AP ഖലീൽ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു കുടിവെള്ള പദ്ധതി പോലും നടപ്പിലാക്കാനായില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 5 കൊല്ലത്തെ ഭരണം 7 കുടിവെള്ള പദ്ധതികളാണ് പുന്നയൂരിൽ നടപ്പിലാക്കിയത്.
ആ പദ്ധതികളിൽ ആദ്യത്തെ പദ്ധതിയാണ് പഴയ 11-ാം വാർഡും പഴയ 14-ാം വാർഡും ചേർത്ത് ഏതാണ്ട് 200 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്ന 24 ലക്ഷം രൂപ ചെലവഴിച്ച് കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് നല്ല നിലയിൽ ചാവക്കാട് തിരുവത്ര കുമാർ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി പുതിയ വാട്ടർ ഫിൽട്ടർ സംവിധാനം സ്ഥാപിച്ചു. 2025-26 അധ്യയന വർഷത്തെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള വാട്ടർ ഫിൽട്ടർ സ്കൂളിൽ സജ്ജീകരിച്ചത്. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് റസീന ഫൈസൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അധികൃതർ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. PTA വൈസ് പ്രസിഡന്റ് അസീസ് മാടമ്പി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം TJ ഹനീഫ നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജനറൽ വിഭാഗം സൂപ്രണ്ട് റീജ റാഫേൽ, കണ്ടീജന്റ് തൊഴിലാളികളായ ദാസൻ, സതീശൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, പുഷ്പ ജോൺ, ആർഷ ജിജു, നഗരസഭാ സെക്രട്ടറി KK മനോജ്, മുനിസിപ്പൽ എഞ്ചിനീയർ ബിനോയ് ബോസ്, റവന്യൂ വിഭാഗം ഓഫീസർ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. വിരമിച്ച ജീവനക്കാർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. തന്റെ വിരമിക്കൽ വേളയിൽ കാരുണ്യത്തിന്റെ വേറിട്ടൊരു മാതൃക കൂടി സമ്മാനിച്ചാണ് സൂപ്രണ്ട് റീജ റാഫേൽ പടിയിറങ്ങിയത്. നിർധനയായ നഗരസഭയിലെ ഒരു കുടുംബശ്രീ പ്രവർത്തകയ്ക്ക് അർബുദ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും ആവശ്യമായ മുഴുവൻ തുകയും റീജ റാഫേൽ സംഭാവനയായി നൽകി. ജീവകാരുണ്യ രംഗത്ത് മാതൃകയായ റീജ റാഫേലിനെ നഗരസഭാ കൌൺസിലും ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. പുന്നൂർ K കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 15-ാം വാർഷികത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പ് നടത്തി. മന്ദലാംകുന്ന് ഗോൾ ബീച്ചിൽ നടന്ന ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. പൊന്നാനി MLA നൌഷാദ് അലി വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. K കരുണാകരൻ ഫൗണ്ടേഷൻ GCC ചെയർമാൻ KH നൌഷാദ് MLAയ്ക്കുള്ള ഉപഹാരം നൽകി. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീറ അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബൈദ പാലക്കൽ, വാർഡ് മെമ്പർ TA ഐഷ, ചാവക്കാട് കാർഷിക ബാങ്ക് ഡയറക്ടർ യൂസഫ് തണ്ണിത്തുറക്കൽ, വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മൊയ്തീൻ ഷാ പള്ളത്ത്, മുനാഷ് മച്ചിങ്ങൽ, കമറു അകലാട് കോൺഗ്രസ് പുന്നൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ സുൽത്താൻ മന്ദലാംകുന്ന് സ്വാഗതവും ഷംറൂദ് പടിഞ്ഞാറയിൽ നന്ദിയും പറഞ്ഞു. പുന്നൂർ പഞ്ചായത്ത് അകലാട് ബദർപള്ളി മേഖലയിൽ മാലിന്യ കൂമ്പാരം, പ്രദേശവാസികൾ ദുരിതത്തിൽ. ബദർപള്ളി പടിഞ്ഞാറ് ഭാഗം വാർഡ് നമ്പർ 22-ൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂട്ടിയിടുന്നതും അറവ് മൃഗങ്ങളുടെ തൊലികൾ ഉണക്കാൻ ഇടുന്നതുമാണ് നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. പുന്നൂർ പഞ്ചായത്തിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും മാറ്റുവാനുള്ള നടപടികൾ ആരംഭിച്ചു. പടിഞ്ഞാറയിൽ ഷാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ വാടകക്കാരനാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തറിയുന്നത്. അറവ് മൃഗങ്ങളുടെ തൊലികൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടതാണ് ദുർഗന്ധം വമിക്കാൻ കാരണം. ഇവ ഇവിടെ ഉപ്പിട്ടുണക്കി കൊണ്ടുപോകാനായിരുന്നു വാടകക്കാരൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദുർഗന്ധം വമിച്ചതോടെ സകല പദ്ധതിയും പൊളിയുകയായിരുന്നു. പോത്തിന്റെ തൊലിയും മാലിന്യങ്ങളും പ്ലാസ്റ്റിക്, മെഡിക്കൽ അവശിഷ്ടങ്ങൾ അടങ്ങിയവയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിഭാഗം, ശുചിത്വ വിഭാഗം, പഞ്ചായത്ത് എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മിസ് യൂണിവേഴ്സ് റണ്ണറപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട മാളവികയെ ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി കിഴൂർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു. കിഴൂരിലുള്ള മാളവികയുടെ ഭവനത്തിൽ വെച്ചായിരുന്നു സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി കേരള ചാപ്റ്റർ പ്രസിഡന്റ് IP രാമചന്ദ്രൻ മാളവികയെ പൊന്നാട അണിയിച്ച കരയോഗത്തിന്റെ ഉപഹാരം നൽകി. കോർഡിനേറ്റർ C ജാനകിയമ്മ അധ്യക്ഷത വഹിച്ചു. കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി മധു K നായർ, ട്രഷറർ K മോഹനകൃഷ്ണൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ P നായർ എന്നിവർ സംസാരിച്ചു. K വേണുഗോപാൽ, K ശിവരാമൻ, K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങുകൾ വിജയിപ്പിക്കുന്നതിനായി എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ലിസി വർഗീസ്, രാജി മണികണ്ഠൻ, CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, BR സന്തോഷ്, PL ഡൊമിനി, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉഗേഷ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തിൽ പഞ്ചായത്ത് തല പരിപാടി എളവള്ളിയിൽ വെച്ച് സംഘടിപ്പിക്കും. കുളവെട്ടി മരങ്ങളുടെ സംരക്ഷണവും പ്രാധാന്യവും ഉറപ്പുവരുത്തി മരങ്ങൾ നടുന്ന ചടങ്ങിൽ തൃശൂർ സെന്റ് തോമസ് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങളും തൈകളും നടും. മികച്ച പ്രവർത്തനം നടത്തുന്ന വാർഡുകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരം നൽകും. യോഗത്തിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ക്ലബ്ബ്, വായനശാല പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. സംഘാടക സമിതി ഭാരവാഹികളായി KU സരിത ചെയർപേഴ്സൺ, ചിത്ര രതീഷ് കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. എളവള്ളി സെന്റ് ആന്റണീസ് ദൈവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തിരുനാൾ കൊടിയേറ്റം പറപ്പൂർ ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് നിർവഹിച്ചു. ജൂൺ 13 ശനിയാഴ്ചയാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായുള്ള നവനാൾ തിരുകർമ്മങ്ങൾ കൊടിയേറ്റം മുതൽ തിരുനാൾ ദിനം വരെ വൈകിട്ട് 6 മണിക്ക് ആഘോഷമായ കുർബാന, ലതീഞ്ഞ, നോവേന എന്നീ തിരുകർമ്മങ്ങളോടെ നടക്കും. തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരുടെ പ്രസിദ്ധേന്തി വാഴ്ചയും നടക്കും. നവനാൾ ചടങ്ങുകളുടെ ഭാഗമായുണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ, കൈക്കാരന്മാരായ സൈമൺ വടുക്കൂട്ട്, വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ആൽവിൻ ആൻഡോസി, ജനറൽ കൺവീനർ അൻവിൻ പീറ്റർ എന്നിവർ നേതൃത്വം നൽകും. പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി വിദ്യാലയങ്ങളിൽ നടന്ന പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. മേഖലയിൽ SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും സജീവം. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ജുസ്ലിൻ തേരസ്യയും സംഘവും അവതരിപ്പിച്ച പ്രാർത്ഥനാ നൃത്തം ചടങ്ങിന് ആത്മീയഭാവം പകർന്നു. അനോഗ സുമൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെൽജോ വലിയാനുകാരൻ CMI ഉദ്ഘാടനം നിർവഹിച്ചു. സന്ദേശവും അദ്ദേഹം നൽകി. പാഠം 1 ഒരു കൈ സഹായം എന്ന പദ്ധതിയുടെ ഭാഗമായി നോട്ട്ബുക്കുകളുടെ കൈമാറ്റ ചടങ്ങും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ CMI വിദ്യാർത്ഥികൾക്ക് പ്രചോദനമേകുന്ന സന്ദേശം പങ്കുവച്ചു. പുതുതായി ചേർന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയും അനുമോദന സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഷാനു ജോഫി, PTWO പ്രസിഡന്റ് ജോജിത് T രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുമാരി വൈഷ്ണവ TS നന്ദി പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കടങ്ങോട് ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനില ജോസഫ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഉണ്ണികൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UV ഗിരീഷ്, ഫാൻസി ഫ്രാൻസിസ്, സ്റ്റാഫ് സെക്രട്ടറി KR റീന, PTA പ്രസിഡന്റ് ജസീന ഷാഹിദ്, MPTA പ്രസിഡന്റ് VM സുനിത, SMC ചെയർമാൻ PE ബാബു, OSA പ്രസിഡന്റ് വിശ്വംഭരൻ, വിധു വർഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് മധുരപലഹാരവും പ്രതീകാത്മകമായി പാഠപുസ്തകവും യൂണിഫോമും വിതരണം ചെയ്തു. LSS വിജയികൾക്കും വിജയശില്പികൾക്കും ഉപഹാരങ്ങൾ നൽകി. CA അഖില സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. എല്ലാ കുട്ടികൾക്കും വൃക്ഷത്തൈ നൽകി. സ്കൂൾ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. വാർഡ് കൗൺസിലർ സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡോക്ടർ C വിന്നി CSC, മരിയ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ അനുപമ CSC, PTA പ്രസിഡന്റ് ജോജി വർഗീസ്, ചൊവ്വന്നൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ അറക്കൽ, MPTA പ്രസിഡന്റ് അനിത എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാട്ടകമ്പാൽ നടുമുറി പാലാട്ടുമുറി സംയുക്ത കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ബിജോയ് B തോലത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യ ഷിബു, കോൺഗ്രസ് നേതാക്കളായ മോഹനൻ മാസ്റ്റർ, ശശിധരൻ കണ്ടമ്പുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, സ്മിത ഷാജി, ലക്ഷ്മി പനോക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. KK സുധീഷ്, KV മണികണ്ഠൻ, വിനു പുളിയന്ത്ര, VK രാജു, ഗിരീഷ് നടുമുറി എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ കിഴക്കുമുറി കനിവ് ഹൗസിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനോപകരണ വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. കനിവ് സൊസൈറ്റി പ്രസിഡന്റ് P അനീഷ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു.
കനിവ് സെക്രട്ടറി TR സന്ദീപ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബബിത രതീഷ്, സുജിത് TS, NK മജീഷ്, KK ഷൈജു, TG രാജേഷ്, സിന്ധു സുഗതൻ, സിന്ധുജ മുരളീധരൻ, മുരളി വി തുടങ്ങിയവർ പ്രസംഗിച്ചു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയേഴ്സ് സമാഹരിച്ച പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് ഷാജഹാൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് എന്നിവർ, സ്കൂൾ വാർഡ് മെമ്പർ അശോകൻ എടക്കാട്ട്, മാനസഗ്രാമം വാർഡ് മെമ്പർ രുഗ്മിയ സുധീർ എന്നിവർക്ക് കൈമാറി. ഹെഡ്മിസ്ട്രസ് ജിഷ KI, മറ്റ് PTA അംഗങ്ങളും സന്നിഹിതരായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ ജിനി സി ഗീവർ, അധ്യാപകരായ ശാലിനി, മിതു, NSS ലീഡർമാരായ TM മുനവിർ, TB അനന്യ എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് 21-ാം വാർഡ് കമ്മിറ്റി പഠനോപകരണ വിതരണം നടത്തി. കാട്ടാക്കമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജമാൽ കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസ്, കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലത്തീഫ്, കുന്നംകുളം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, INTUC ദേശീയ നിർവാഹക സമിതി അംഗം മസ്താൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, ബൂത്ത് പ്രസിഡന്റ് അബൂബക്കർ, സെക്രട്ടറി മോഹനൻ, ദളിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വേലായുധൻ, മുസ്തഫ തങ്കപ്പൻ, താവു അബൂബക്കർ, യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് രാംദാസ് എന്നിവർ സംസാരിച്ചു. കരിക്കാട് ചേറു മെമ്മോറിയൽ LP സ്കൂളിൽ പ്രവേശനോത്സവം ഐഫ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഫർണിച്ചർ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ ചീരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്മിത മുരളി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അഫ്സൽ ആലുങ്കൽ, സ്കൂൾ മാനേജർ PT ടെറിഷ, മുൻ PTA പ്രസിഡന്റ് ഷബീർ AV, അധ്യാപക പ്രതിനിധി മുഹമ്മദ് ആസാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾക്കായുള്ള യൂണിഫോം പാഠപുസ്തക വിതരണ ഉദ്ഘാടനം വാർഡ് മെമ്പർ അഫ്സൽ ആലുങ്കൽ, സ്കൂൾ മാനേജർ PT ടെറിഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിവിധ സമ്മാനങ്ങൾ നവാഗതർക്കായി വിദ്യാലയത്തിൽ ഒരുക്കിയിരുന്നു. കൂടാതെ ഐഫ ഹൈപ്പർ മാർക്കറ്റ് ഫർണിച്ചർ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ ചീരൻ കുട്ടികൾക്കായി പ്രത്യേക സമ്മാനങ്ങളുമായി എത്തി. ഹെഡ്മിസ്ട്രസ് ഷേബ ജോർജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ബേബി നന്ദിയും പറഞ്ഞു. കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കുമായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. കുരഞ്ഞിയൂർ എരിമൽ പ്രാദേശിക സമുദായം വടക്കുഭാഗം SSLC+2 വിജയികൾക്ക് അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും നടത്തി. പൊന്നയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ പ്രശോഭ് മച്ചിങ്ങൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ KK ബിന്ദു, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിജിഷ പ്രശോഭ് എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. വാർഡ് മെമ്പർ മുനാഷ് മച്ചിങ്ങൽ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് KR ഗോപി എന്നിവർ പങ്കെടുത്തു. രവീന്ദ്രൻ KK സ്വാഗതവും ബാബു TK നന്ദിയും പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഗീവർഗീസ് ജോൺസൺ അധ്യക്ഷത വഹിച്ച പ്രവേശനോത്സവം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റസാഖ്, ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് മെമ്പർമാർ, സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സഹവികാരി ഫാദർ എൽദോ സജു, പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ്, പള്ളി സെക്രട്ടറി ജെയ്സൺ ചീരൻ, PTA വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ എന്നിവർ സംസാരിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നവാഗതരെ സ്വീകരിച്ചാനയിച്ചു. വിദ്യാർത്ഥികൾക്ക് കിരീടങ്ങളും പൂച്ചെണ്ടുകളും മറ്റു വിവിധ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. സൗജന്യ പാഠപുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും വിതരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തി. ചടങ്ങിൽ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, PTA MPTA അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, ജിൻസി P ജോസ്, നിസ വർഗീസ്, സിസി KT, ലിനറ്റ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന LP വിദ്യാലയമാണ് പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂൾ. പെങ്ങമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മവസ്കോ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെങ്ങമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന കിറ്റ് വിതരണം ചെയ്തു. നഴ്സറി വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം CK സദാനന്ദൻ മാസ്റ്ററും LP വിദ്യാർത്ഥികൾക്കുള്ള പഠനക്കിറ്റിന്റെ വിതരണോദ്ഘാടനം വികാരി ഫാദർ ഡിൽജോ എലിയസ് കൂരൻ നിർവഹിച്ചു. പള്ളിയുടെ കീഴിലുള്ള മോർ ഇഗ്നാത്യോസ് പ്രവാസി കുടുംബ യൂണിറ്റാണ് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തത്. കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രിൻസ്, സ്കൂളിലെ പ്രധാന അധ്യാപിക ഇൻചാർജ് പ്രീതി ടീച്ചർ, പള്ളി ട്രസ്റ്റി സോജൻ KJ എന്നിവർ സംസാരിച്ചു. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ആരോൺ ജോർജ്, ട്രഷറർ റൈവിൻ V ചീരൻ, യൂത്ത് അസോസിയേഷൻ അംഗങ്ങളായ അനുമോൻ C തമ്പി, സുവിൻ KS, എസ്റ്റിനസ് പാലക്കൽ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. വടക്കേക്കാട് നായരങ്ങാടി അണ്ടിക്കോട്ട് കടവിൽ കടവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിക്കുകയും പഠനോപകരണങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു. കടവ് കൂട്ടായ്മ പ്രസിഡന്റ് റഷീദ് അരിമ്പുരയിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ റഷീദ് കണ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു. അണ്ടിക്കോട്ടിൽ കുഞ്ഞുമുഹമ്മദ്, അണ്ടിക്കോട്ടിൽ അഷറഫ് എന്നിവർ സംസാരിച്ചു.
തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പാരാമെഡിക്കൽ കോഴ്സിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ റുമാന ഫിറോസിനെ ആദരിച്ചു. സെക്രട്ടറി അണ്ടിക്കോട്ടിൽ ഷക്കീർ സ്വാഗതവും ഗഫൂർ വലിയകത്ത് നന്ദിയും പറഞ്ഞു. ദിലീപ് ഫാൻസ് UAE അഞ്ഞൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് ഇർഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശവാസികളായ നിജു, ബാപ്പു, സൈനബ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സഖ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുല്ലാം വളപ്പിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികൾക്ക് അനുമോദനവും പഠനോപകരണ കിറ്റുകളും വിതരണം ചെയ്തു. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് VM ജിതിൻ അധ്യക്ഷനായിരുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ജിതേഷ് കുമാർ, CPIM കരുവമ്പായി ബ്രാഞ്ച് സെക്രട്ടറി പുഷ്പാകരൻ, ക്ലബ്ബ് സെക്രട്ടറി ജിതിൻ KS തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കൌൺസിലർ ഷബാന ഷമീർ ഉദ്ഘാടനം ചെയ്തു. സഭാ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സെക്രട്ടറി ബിനോയ് P. മാത്യു എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് KS ദിവ്യ സ്വാഗതവും HST പ്രതിനിധി ബിനിത ടീച്ചർ നന്ദിയും പറഞ്ഞു. NMMS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിലെ പ്രവേശനോത്സവം PTA പ്രസിഡന്റ് വിന്യ ജയന്റെ അധ്യക്ഷതയിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കുമാരി മുരളി ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാന അധ്യാപിക KV ഗീത അക്ഷരദീപം തെളിയിച്ചു. സ്കൂൾ മാനേജർ PK വിനയകുമാരൻ, PTA വൈസ് പ്രസിഡന്റ് നാസിമ സക്കീർ, പൊതുപ്രവർത്തകരായ PT ഗോപി മാസ്റ്റർ, KK രാജീവ്, KH മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. നവാഗതരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മധുരപലഹാരവും നൽകി. അധ്യാപകരും സ്കൂൾ PTA അംഗങ്ങളും നവാഗതരെ സ്വീകരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക KP ദീപ്തി സ്വാഗതവും PA അക്ബർ ഫൈസൽ നന്ദിയും പറഞ്ഞു. കിഴൂർ VS സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനും 5ാം വാർഡ് കൌൺസിലറുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ VK സുരേഷ് കുമാർ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക സുമി സക്കറിയ, OSA പ്രസിഡന്റ് KA അസീസ്, OSA സെക്രട്ടറി മധു K. നായർ, PTA പ്രസിഡന്റ് സമീറ റഹീം ഷാ, MPTA പ്രസിഡന്റ് മാലതി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങും പുതിയ പാഠപുസ്തകങ്ങളുടെ വിതരണവും നടന്നു. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി VH സൻഹ സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലി. വാർഡ് മെമ്പർ മോനിഷ രജീഷ്, HSST പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, VHSC പ്രിൻസിപ്പൽ ജനീർലാൽ, വാർഡ് മെമ്പർ സന്തോഷ് കൊളത്തേരി, PTA മെമ്പർമാർ, വിദ്യാർത്ഥി പ്രതിനിധി മെർലിൻ ടോണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക മേഴ്സി മാത്യു സ്വാഗതവും സീനിയർ ടീച്ചർ MS ജയശ്രീ നന്ദിയും പറഞ്ഞു. പഴഞ്ഞി പെരുന്തുരുത്തി AS സ്കൂളിലെ പ്രവേശനോത്സവം കാട്ടകാമ്പാൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം അഖിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സുജ ടീച്ചർ സ്വാഗതവും PTA പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും KM റസാഖ് പഠനോപകരണ കിറ്റുകൾ നൽകി. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ പ്രവേശനോത്സവം ഗംഭീരമായി ആഘോഷിച്ചു. വർണ്ണശബളമായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സജിത്ത്, സ്കൂൾ മാനേജർ അനു ഉമ്മൻ, മാർത്തോമ പള്ളി ട്രസ്റ്റി ജസ്റ്റിൻ പോൾ, ബോർഡ് മെമ്പർ വർഗീസ് തമ്പി, ഹെഡ്മാസ്റ്റർ ലൈനു PK, PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ്, MPTA പ്രസിഡന്റ് ഷംഷി തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ അധ്യയന വർഷത്തിൽ എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നിഹാരം ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവേശനോത്സവം മധുരം പങ്കുവച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും വർണ്ണാഭമായി. പട്ടുകുടകളുടെ അകമ്പടിയോടെ പൂക്കൾ നൽകി വിദ്യാർത്ഥികളെ വരവേറ്റു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, എളവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷിഖ് വലിയകത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് വാഗ, രാജീവ് മണികണ്ഠൻ, KC ജയൻ, എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, അധ്യാപിക ഷീജകുമാരി എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി രക്ഷിതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ CDS അംഗങ്ങളും പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി.
വാദ്യമേളവും വർണ്ണ ബലൂണുകളുമായി ഘോഷയാത്രയോടെ കുട്ടികളെ വരവേറ്റ് മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. ഡിവിഷൻ കൗൺസിലർ EG സജീഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KC പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പാൾ GP ശ്രേയസ് മുഖ്യപ്രഭാഷണം നടത്തി. മലയാളം അധ്യാപകനും നാടക പ്രവർത്തകനുമായ M രഘുനാഥൻ വിശിഷ്ടാതിഥിയായി കുട്ടികളുമായി സംവാദം നടത്തി. കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുത്തു. വിവിധ കലാപരിപാടികൾ, മധുര പലഹാര വിതരണവും ഉണ്ടായി. PTA വൈസ് പ്രസിഡന്റ് KK സാഹിദൻ, MPTA പ്രസിഡന്റ് പ്രീതി, NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പുത്തനെടുപ്പും പുസ്തകസഞ്ചികളുമായി കുരുന്നുകൾ വീണ്ടും സ്കൂളിലെത്തിയപ്പോൾ ക്ലാസ് റൂമുകൾ അലങ്കരിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ RM ബഷീർ, സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, ജോയിന്റ് സെക്രട്ടറി AM മുഹമ്മദ് കുട്ടി, പ്രിൻസിപ്പാൾ സുബൈദ ബീവി, അക്കാദമിക് ഡയറക്ടർ സയ്യിദ് ഹാരിസ്, വൈസ് പ്രിൻസിപ്പൽ രാജീവ് പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് ഉപഹാരങ്ങൾ നൽകി. കുന്നംകുളം RSS RV MG സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവവും നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബീന ബാബു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. PTA പ്രസിഡന്റ് രേഖ തനേഷിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ ഇട്ടു മാത്യു, HM ഇൻചാർജ് AE ആശ, OSA പ്രസിഡന്റ് മോഹൻദാസ്, സ്റ്റാഫ് സെക്രട്ടറി സരിത മേരി എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ IAS ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല രാമകൃഷ്ണൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KV അഷ്ന, ഷൈനി ജിബിൻ, ജമീല രാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ റഷീദ്, മഞ്ജുള, പഞ്ചായത്ത് അംഗങ്ങളായ KK അബൂബക്കർ, ശ്രീമതി ജനാർദ്ദനൻ, ബിന്ദു നന്ദനൻ, PH അൻസാർ, ഷൈനി ഫ്രാൻസിസ്, ബദുൽ സൈമൻ, ഗീത ബാലകൃഷ്ണൻ, ഷീന സാബു, CDS ചെയർപേഴ്സൺ അരുന്ധതി സുരേഷ്, ബഡ്സ് സ്കൂൾ അധ്യാപിക അഞ്ജു K ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ഇരിങ്ങപ്പുറം SMUP സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. കുന്നംകുളം വാർഡ് കൗൺസിലർ OG ബാജി, കണ്ടാണശ്ശേരി പഞ്ചായത്ത് മെമ്പർ സൗമ്യ, സ്കൂൾ മാനേജർ പ്രതിനിധി സുജിത്ത്, PTA പ്രസിഡന്റ് സുധീഷ്, MPTA പ്രസിഡന്റ് അശ്വതി, OSA പ്രസിഡന്റ് ഹരിദാസൻ, OSA സെക്രട്ടറി സുരേഷ്, പ്രധാനാധ്യാപിക ഷീനി, റിട്ടയർഡ് അധ്യാപകരായ KS സജീവ് മാസ്റ്റർ, ചാരുലത, ലൂസി, ഗീത, അനിത, രക്ഷിതാക്കൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എയ്യാൽ മൂകാംബിക വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. അഗ്നിഹോത്രത്തിനു ശേഷം പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് ദീപപ്രോജ്വലനവും സ്വാഗതഗാനവും നടന്നു. സ്കൂൾ ചെയർമാൻ PD ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുറനാട്ടൂര സ്കൂൾ റിട്ടയർഡ് ചിത്രകലാധ്യാപകൻ ഗിരീശൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ബൈജു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. പുതുതായി സ്കൂളിലെത്തിയ നവാഗതരെ ആരതി ഉഴിഞ്ഞുകൊണ്ട് പൂക്കളും പാവകളും മധുര പലഹാരങ്ങളും സമ്മാനിച്ചു. ഉന്നത മാർക്ക് വാങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ഓരോ ക്ലാസ്സിലെ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികളെയും ട്രോഫി നൽകിക്കൊണ്ട് ആദരിച്ചു. 30 വർഷത്തെ സേവനമനുഷ്ഠിച്ച മാൽക്ക ഇന്റർനാഷണൽ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക രഞ്ജിനി മോഹൻ, മിലിറ്ററി സർവീസിൽ നിന്ന് വിരമിച്ച മോഹനൻ പിള്ള, സ്കൂൾ സെക്രട്ടറി ബേബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ മാനേജർ പ്രിയദർശന്റെ ഭാര്യ ആർട്ടിസ്റ്റ് സാന്ദ്ര നന്ദി പറഞ്ഞു. എയ്യാൽ ഗ്രാമീണ വായനശാലയിൽ ജപ്പാനീസ് കൃതി ഇക്കിഗായ് സംവാദം സംഘടിപ്പിച്ചു. ഭാഷാ ഗവേഷകൻ ഡോക്ടർ ജോൺ ജോഫി ഉദ്ഘാടനം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പന്നിത്തടം മേഖലാ കമ്മിറ്റിയാണ് സംവാദം ഒരുക്കിയത്. പ്രസിഡന്റ് രാജൻ എലവത്തൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പോൾസൺ താം, AS സുബിൻ, സ്മിത കോടനാട്, ഗീത രാജൻ, K വിജയൻ, KV ഗിൽസൺ, മുഹമ്മദ് കുട്ടിയാദൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ.
ചരമം. കടപ്പുറം തൊട്ടാപ്പ് ഇസ്മായിൽ സേട്ട് റോഡിൽ താമസിക്കുന്ന പരേതനായ കുട്ടിയലി ഹമീദ് മകൻ ഷംസു നിര്യാതനായി. 58 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടക്കും. സുഹറ ഭാര്യയും ഷംസീർ, സഫറുദ്ദീൻ, ഷംസീറ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം തെക്കേപ്പുറം കണ്ടാണശ്ശേരി കണ്ടുകുട്ടി മകൾ ചന്ദ്രാവതി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. വിലാസിനി, രാധ, ലളിത, രാംദാസ്, പരേതരായ രാജൻ, ശേഖരൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാറിനെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കൗൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവർക്കെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. സെക്രട്ടറിക്കെതിരെയുണ്ടായ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് നഗരസഭാ ജീവനക്കാർ പ്രകടനം നടത്തി. സവർണാധിപത്യത്തിന്റെ ദൈവങ്ങളെയല്ല കോവിലൻ തന്റെ കൃതികളിലെ സാംസ്കാരിക ബദലുകളാക്കിയതെന്നും കീഴാളരായ അമ്മ ദൈവങ്ങളാണ് അദ്ദേഹത്തിന്റെ ആഖ്യാന ലോകത്തെ പ്രതിരോധത്തിന്റെ അടയാളങ്ങളായതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കോവിലൻ അനുസ്മരണ സമ്മേളനം കണ്ടാണശ്ശേരിയിലെ കോവിലൻ സ്മൃതി മണ്ഡപത്തിൽ ആലങ്കോട് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മടുപ്പുട്ടിക്കുന്നിൽ ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയ വ്യാജ മദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന വൻ വാഷ് ശേഖരം പോലീസ് പിടികൂടി നശിപ്പിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഡ്രമ്മുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ 50 ലിറ്ററോളം വാഷ് പോലീസ് സംഘം പിടിച്ചെടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.